ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മളുള്ളത് ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലാണുള്ളത്. കുറച്ച് ആനവിശേഷങ്ങളുമായി ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോട്ടപ്പടിക്കടുത്താണ്. ഗുരുവായൂർ ദേശത്തിൻ്റെ ഒരുതുള്ള എല്ലാ ആനകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ആനകളെ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിൽ പല ആനകളും ഉത്സവങ്ങൾക്കൊക്കെ പോകുന്ന ആനകളാണ്. പല ആനകളും വാർദ്ധക്യസഹജമായിട്ടുള്ള അസുഖങ്ങൾ കാരണം പോവാത്ത ആനകളും ഉണ്ട്. ഇതിൽ ഒരു ആനക്കൊട്ടിൽ പോലെ ഒരു കാര്യമാണത്, ഒരു സാധനമാണത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ആന ഉണ്ടായിരുന്നു. ചിലപ്പം മെരുങ്ങാത്ത ആനകൾ തന്നെ, ചിലപ്പോൾ കുസൃതിയൊക്കെ കാണിക്കുന്ന ആനകളെ ഏർപ്പെടാനുള്ള ഒരു ഇതായിരിക്കാം. വിദേശികളും ഒരുപാട് ഇന്ന് സന്ദർശനത്തിന് പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് 5 കിലോമീറ്റർ ജസ്റ്റേ ഉള്ളൂ. ഒരുപാട് ആനകളുണ്ട്. എല്ലാ ആനകൾക്കും ഓരോ തറികളുണ്ട്. ആനയെയും കടലിനെയും എത്ര കണ്ടാലും മതിവരില്ല എന്ന് പറയുന്നത് ഒരുപാട് ശരി തന്നെയാണ്. പേരൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം മിക്ക ആനകൾക്കും പേരൊന്നും എഴുതിയിട്ടുള്ള ചങ്ങലയൊന്നും കാണാനില്ല കഴുത്തേക്ക്. പിന്നെ ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. ആ വള്ളിക്ക് അപ്പുറത്ത് നിന്നേ നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. നമ്മളൊരു 20 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റൂ. ഇവിടെ ആനേനെ കുളിപ്പിക്കുന്നൊരു ഭാഗം കാണാം. ആനകളിനെ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല, അവരുടെ കുസൃതികളും കുറുമ്പുകളും കണ്ടാൽ. എല്ലാ ആനകൾക്കും അത്യാവശ്യത്തിനുള്ള തീറ്റയും പട്ടയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ പല ആനകളും പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കൊക്കെ പോകുന്നതാണ്. ആനകൾക്കുള്ള പട്ടൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പുറത്ത് ആനയുടെ തൂക്കം നോക്കുന്നൊരു സ്ഥലം കാണാം. കുറേ ആലുകളും കാണാം നമുക്കിവിടെ. ഇതൊക്കെ ആനകൾക്ക് വേണ്ടി പട്ടകൾ സ്റ്റോക്ക് ചെയ്താണ്. കാരണം കുറേ ആനകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പുന്നത്തൂർ ആനക്കോട്ടയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഒക്കെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള മത്സ്യങ്ങളാണ്. ഇതിൽ ആർക്കും മീൻ പിടിക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാം, കാണാം. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം തിന്നാൻ. അത്യാവശ്യം വലിപ്പമുള്ള മീനുകളാണ്. സിലോപ്പി വർഗത്തിൽപ്പെട്ടിട്ടുള്ള മീനാണെന്ന് തോന്നുന്നു. ഇത് ഈ ആനക്കോട്ടയുടെ ഉള്ളിലുള്ള ഒരു കുളം തന്നെയാണ് കേട്ടോ. അതിൽ കണ്ടോ, ഇത് ആനക്കോട്ടയ്ക്ക് ഉള്ളിലുള്ള ഒരു പഴയൊരു കോവിലകം പോലത്തുള്ളൊരു സ്ഥലമാണ്. എന്തായാലും കാണാൻ നമുക്ക് നല്ല രസമായിട്ടുള്ളൊരു പഴയൊരു കോവിലകം മോഡൽ തന്നെയാണിത്. ഞാനിവിടെ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് ഓർമ്മയില്ല. ഇപ്പോഴത്തെ അന്നത്തെ കാഴ്ചകളൊന്നും നമുക്കിപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. ഇത് അവരുടെ ഈ പുന്നത്തൂർ ആനക്കോട്ടയുടെ ഓഫീസാണിത്. പിന്നെ കുറേ ആനകളെ വേറെ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല. അതിലത്തെ 1-2 ആനകൾ
മതപ്പാടിൽ നിൽക്കുന്ന ആനകളാന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ട് എൻട്രി ഇല്ല നമുക്ക്. ഇവിടെ ഒരു ആനയെ 2-3 പാപ്പമാർ കൂടി കുളിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളിന്ന് വന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാരെ കടത്തി വിടില്ല. 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ.